സോ വൺസ് റാക്കിൻ്റെ ടവർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ, ആ കംപ്ലീറ്റ്ലി ഓപ്പറേഷൻ ആയി കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കൊളാബറേഷൻസ് ആയിരിക്കും ഒരു നോർമൽ ബിസിനസ് മാന് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർക്ക് കിട്ടാൻ പറ്റും? ശരിക്കും നമുക്ക് റാക്കിൻ്റെ സ്റ്റാർട്ടപ്പ് ടവറിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മോഡൽ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ രീതിയിലും പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഫ്രം ഗ്രൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്സസിബിലിറ്റി അവിടെ ഗ്രൗണ്ടിൽ നമുക്ക് പബ്ലിക് എൻട്രി ഉള്ള ഏരിയ ആണ്. സോ അവിടെ നമുക്കൊരു കഫേ സ്പേസും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് വർക്കിങ്ങിനും അതുപോലെ തന്നെ മീറ്റിംഗ്സിനും പ്രയോറിറ്റീസ് കൊടുത്തിട്ടുള്ളൊരു കഫേയാണ്. അപ്പോൾ ആ കഫേനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ, കൾച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ, അവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്നുള്ള രീതിയിലായിരിക്കില്ല അവിടെ ഒരാൾ വരുന്നുണ്ടാവുക. അവിടെ ഒരു കമൻ ക്വൈറ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസിനും മീറ്റിങ്ങിനും വേണ്ടി വരുന്ന ആളുകൾ മാത്രം ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. സോ അക്യുറേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ പറയാം. നെക്സ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമുക്ക് വരുന്നത് കോവർക്കിംഗ് യൂണിറ്റ്സ് ആണ്. അറൗണ്ട് 400 സീറ്റ്സോളം നമുക്ക് അവിടെ കോവർക്കിംഗ് യൂണിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ശരിക്കും അവിടെ ബഡിങ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ്, സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ്, അതുപോലത്തെ ആളുകൾക്കൊക്കെ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ വന്ന് വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അത് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനീസിനും അതല്ലാത്ത കമ്പനീസിനും അവിടെ വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് നല്ല പ്രോജക്ട്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ നോക്കിയിട്ട് എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓഫ് കോഴ്സ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു സീറ്റിംഗ് സ്പേസ്, അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അല്ല അവർക്ക് അവിടെ കിട്ടുന്നത്. പ്ലസ് അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് മാനേജേഴ്സ് ഉണ്ടാവും, HR മാനേജിംഗ് സർവീസസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് ടൂൾസുകൾ അവർക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട്സ് ടീം, അതുപോലെ തന്നെ ലീഗൽ ടീം, അതുപോലെ തന്നെ ഓപ്പറേഷൻസ്, HR, സെയിൽസ്, ഈ 5 ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ടീം ഈ ക്ലോവർക്കിംഗ് സ്പേസസിലായിട്ട് നമുക്ക് ഉണ്ടാവും. സോ അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്സിലെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നമ്മളുടെ തന്നെ കമ്പനീസിൻ്റെ ഫെസിലിറ്റി അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഫോർത്തിലോട്ട് വരുന്ന സമയത്ത് ഫോർത്തിൽ നമുക്കൊരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്, ഒരു 100 സീറ്റർ കൺവെൻഷൻ സെൻറ്റർ. ഫ്രീക്വൻ്റ്ലി അവിടെ നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാംസുകളും കാര്യങ്ങളും ഇവൻറ്റ്സുകളും കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതവിടെ ബിസിനസ് നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിറ്റീസുകൾ, അതുപോലെ തന്നെ ബിസിനസ്സിൽ പ്രോഗ്രാംസ് നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ബിസിനസ് ഓണേഴ്സിനൊക്കെ എപ്പോൾ വേണമെങ്കിലും അവിടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോഗ്രാംസിനും നമ്മൾ ആ വെന്യൂ ഓഫർ ചെയ്യാൻ റെഡിയാണ്. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ലോഞ്ച് എന്നുള്ള രീതിയിലൊരു ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ആണ് അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ 5th വരുമ്പോൾ കംപ്ലീറ്റ്ലി ഫോർ മാർക്കറ്റിംഗ്. ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്ന പോലത്തെ സ്റ്റുഡിയോ ഫ്ലോസും കാര്യങ്ങളും, അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് എല്ലാം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6th വരുമ്പോൾ ഒരു ഡെവലപ്പർ ഫ്ലോർ ആണ്, ലൈക്ക് ബിൽഡർ ഹോം എന്നെല്ലാം പറഞ്ഞ പോലെ തന്നെ അവിടെ ഡെവലപ്പിംഗ് ആണ്, IT-യും AI-യും അതുപോലെ തന്നെ ഹാർഡ്വെയർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ ചെറിയ രീതിയിൽ MVP പ്രോട്ടോടൈപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള മെഷീനറീസ് ഒക്കെ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. 7th വരുമ്പോൾ ഇതെല്ലാം ബാലൻസ് ചെയ്യാനുള്ള ഒരു ചിൽ സോണാണ്. ലൈക്ക് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഫിസിക്കൽ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. സോ ഒരു ബിസിനസ്സിനെ മാത്രമല്ല നമ്മൾ ടേക്കപ്പ് ചെയ്യുന്ന, ബിസിനസ്സിൻ്റെ എക്സിക്യൂട്ടറായിട്ടുള്ള ഫൗണ്ടറിങ് കൂടി ടേക്കപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു സിസ്റ്റം വെച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ ജിം ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, യോഗ മെഡിറ്റേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, ഗെയിമിംഗ് ഏരിയ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കവിടെ ചെറിയ രീതിയിലുള്ള ഈ ഡിസ്കഷൻസുകൾ, ഇവൻറ്റ്സുകൾ നടത്താനുള്ള ചെറിയ ഹാപ്പനിങ് സ്പോട്ട് നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ക്രീൻ പോർട്സ് ഒക്കെ പോലത്തെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. 8th വരുമ്പോൾ നമ്മളുടെ എൻ്റയർ കോർപ്പറേറ്റ് ഓഫീസും കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സും ഗൈഡ് ചെയ്യാനുള്ള ആളുകളും കൺസൾട്ടിങ് ചെയ്യാനുള്ള ആളുകളൊക്കെയാണ് നമുക്ക് അവിടെ വരുന്നത്. റൂഫ് ടോപ്പിൽ നമ്മൾ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള സാഹചര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ശരി, ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ എവരി സ്ക്വയർ ഫീറ്റിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈവൻ ലാസ്റ്റ് ഡിസ്കഷൻസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്ക് നമ്മൾ ഇതിൽ അവസരം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിലൂടെയാണെന്നുണ്ടെങ്കിലും ഇതിൽ കുറേ കാര്യങ്ങളിലോട്ട് പല സ്റ്റാർട്ടപ്പുകളുടെയും പ്രൊഡക്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പല സ്റ്റാർട്ടപ്പുകളുടെയും പ്രൊഡക്റ്റ് അവിടെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളവിടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പല പ്രൊഡക്റ്റുകൾ നമ്മളവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. സോ ആ രീതിയിലുള്ളൊരു എൻ്റയർ സ്റ്റാർട്ടപ്പ് ടവർ നമ്മളവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ബിൽഡ്, ഓപ്പറേറ്റ്, സ്കെയിൽ എന്നൊക്കെ പറയുന്ന ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ റാക്കിൻ്റെ ആ ഒരു റൂട്ട് എന്താണോ അതിനെ എഫക്റ്റീവ്ലി വിസിബിൾ ആയിട്ട് രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞാൽ റാക്ക് സ്റ്റാർട്ടപ്പ് ടവർ എന്ന് പറയുന്നത്. അത് ഏറ്റവും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ വരാനും അത് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. സോ പുറത്ത് നോക്കി കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ് സ്പേസിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം റാക്ക് സ്റ്റാർട്ടപ്പ് ടവർ അയാൾക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാക്ക് സ്റ്റാർട്ടപ്പ് ടവറിൽ വരിക, വന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ആ ടൂളിൽ ഏതൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവർക്ക് യൂസ് ചെയ്യാം. ദിസ് ലൈക്ക് എ ടൂൾ ആ സ്പേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവർക്ക് ഓഫർ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്.